Do I have uneven nails? Let's see. നമ്മുടെ ശരീരത്തിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ നഖങ്ങളിലേക്ക് നോക്കിയാൽ മതി അല്ലേ. നഖത്തിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെല്ലോ കളർ നെയിൽസ്, ഈ ഫോട്ടോ കാണുന്ന പോലത്തെ നെയിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ഒനിക്കോമൈക്കോസിസ് ലൈക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ടുബാക്കോ സ്മോക്ക് ചെയ്ത ആൾക്കാർക്ക്, അതായത് ഈ പുകവലി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും ഇതേപോലെ തന്നെ. അതും അല്ലെങ്കിൽ ഡയബറ്റീസ്, തൈറോയിഡ്, ലങ് ഡിസീസ് അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതേപോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ യെല്ലോ കളർ നെയിൽസ് കാണാൻ പറ്റും. വളരെ റെയർ ആയിട്ട് ഈ സൊറിയാസിസ് എന്ന പോലത്തെ അസുഖത്തിലും ഇതേപോലെ യെല്ലോ നെയിൽസ് കാണാം. അതേപോലെ മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്കും യെല്ലോ നെയിൽസ് കാണാം. സോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ യെല്ലോ നെയിൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് യുവർ വൈറ്റമിൻ ഡെഫിഷ്യൻ. നിങ്ങൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ വേറെ ഇതേപോലെ ഉള്ളിൽ നിന്ന് അസുഖം ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടോ, അല്ലെങ്കിൽ ലങ് ഡിസീസ് ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ബ്രിട്ടൽ നെയിൽസ്. ഈ ഫോട്ടോ കാണുന്ന പോലത്തെ നെയിൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. വൈറ്റമിൻ B12, B7 ഒക്കെ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട് ബ്രിട്ടൽ നെയിൽസ്. അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ബ്രിട്ടൽ നെയിൽസ് കണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ നെയിൽസ് ഉണ്ടെങ്കിൽ, ഫോട്ടോ കാണുന്ന പോലത്തെ നെയിൽസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് മോസ്റ്റ് ചാൻസ് ഉള്ളത്. അതും അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഹൈപ്പോതൈറോയിഡിസം എന്ന അസുഖം ഉള്ള തൈറോയിഡിന്റെ ഹോർമോൺസ് പ്രൊഡക്ഷൻ കറക്റ്റ് നടന്നില്ലെങ്കിൽ ഇതിന്റെ കൂടെ ബ്രിട്ടൽ നെയിൽസിന്റെ കൂടെ തന്നെ വെയിറ്റ് ഗെയിന്, പെട്ടെന്ന് തടി വെക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കാതെ തന്നെ തടി വെക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധനം കാണുക, ഹെയർ ലോസ് കാണുക. അപ്പോൾ ഈ ഹെയർ ലോസ്, മലബന്ധനം, വെയിറ്റ് ഗെയിന് ഈ ബ്രിട്ടൽ നെയിൽസ് അതിന്റെ കൂടെ കാണും. നഖത്തിലെ ഈ ഇതേപോലെ ബ്രിട്ടൽ നെയിൽസ് കാണുകയാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് ഇതിൽ കണ്ടീഷൻസ് കാണുന്നത്. അതുപോലെ ഈ ഏജ് കൂടും, അത് 60-70 വയസ്സ് ആൾക്കാർക്കും ഇതേപോലെ ബ്രിട്ടൽ നെയിൽസ് കണ്ടുവരുന്നുണ്ട് വിത്തൗട്ട് എനി കോസ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏജ് കൂടും തോറും. സോ ഇതൊക്കെയാണ് ബ്രിട്ടൽ നെയിൽസിന്റെ കാരണങ്ങൾ. നെക്സ്റ്റ് ഈസ് ബ്ലാക്ക് മാർക്ക് ഇൻ നെയിൽസ്. ഈ ഫോട്ടോ കാണുന്ന പോലത്തെ ഒരു വര, ബ്ലാക്ക് കളർ വര നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പല ആൾക്കാർക്കും ഇത് ഉണ്ട് അല്ലേ, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന ഒരു 40% ആൾക്കാർക്കും ഇതുപോലെ കാണാൻ ചാൻസ് ഉണ്ട്. എവിടെയെങ്കിലും കൈക്കോ കാലിനോ ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ്, ഉള്ളിൽ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട്സ്, ഈ ബ്ലഡ് പുറത്ത് ചാടുമ്പോൾ ഇഞ്ചുറി, നമ്മൾ ചുറ്റിക കൊണ്ട് അടിക്കുക, നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈ എവിടെയെങ്കിലും അടിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ വരുന്നത്. വളരെ റെയർ ആയിട്ട് ഇറ്റ്സ് ലൈക്ക് മെലനോമ, സബ്ലിംഗ്വൽ മെലനോമ, സ്കിൻ ക്യാൻസർ ആണ്, അതും ആവാൻ ചാൻസ് ഉണ്ട്. സബ്ലിംഗ്വൽ മെലനോമ ഈസ് വെരി ഡേഞ്ചറസ്, ഭയങ്കര പ്രശ്നമുള്ള സ്കിൻ ക്യാൻസർ ആണ്. സോ അതും ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഒരു 6-7 മാസം കണ്ടിന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തോ 2 വർഷം ഇത് പോകുന്നില്ല, അവിടെ തന്നെ ഇത് വളർന്ന് വലുതായി വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ഡോക്ടർ സൂൺ. ആൻഡ് ലാസ്റ്റ് വൺ, ക്ലബിംഗ് ഓഫ് നെയിൽസ്. ഈ ഫോട്ടോ കാണുന്ന പോലത്തെ അവസ്ഥ, അതിന്റെ കൂടെ തന്നെ ബ്ലൂഷ് കളറൊക്കെ ഉണ്ടാവും, ഒരു ഇളനീല കളറൊക്കെ കാണിക്കും ഈ ഫോട്ടോ കാണുന്ന അവസ്ഥ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് നിങ്ങൾക്ക് കറക്റ്റ് ഓക്സിജൻ ലെവൽ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എന്നർത്ഥം. ലോ ഓക്സിജൻ ലെവൽ ഇൻ യുവർ ബോഡി. മോസ്റ്റ് പ്രോബബ്ലി അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ലങ് ഡിസീസോ കൊണ്ടായിരിക്കാം. ലൈക്ക് ലങ് ആബ്സസ്, ലങ് ക്യാൻസർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോങ്കൈറ്റിസ് ഉണ്ട്, വയറിലുള്ള പ്രശ്നങ്ങളും ആവാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ്ട്രിക് ട്രബിൾസ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രബിൾസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ ഇതേപോലെ ക്ലബിംഗ് ഓഫ് നെയിൽസ് കാണാൻ പറ്റും. ക്ലബിംഗ് ഓഫ് നെയിൽസ് എങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ഈ ഫോട്ടോ കാണുന്ന പോലെ നിങ്ങൾ കൈ വെച്ച് നോക്കുക. നോർമൽ രീതിയിൽ ഒരു വിൻഡോ ഷേപ്പിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് അവിടെ കാണാൻ പറ്റും ഈ ഫോട്ടോ കാണുന്ന പോലെ. അല്ലെങ്കിൽ ലൈക്ക് ഈ വിൻഡോ ഷേപ്പ് കാണുന്നില്ല, ഇതേപോലെ ഒരു ആംഗിൾ അവിടെ ഫോർമേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ക്ലബിംഗ് ഉണ്ട് എന്നർത്ഥം. സോ ഇങ്ങനെ ഉണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് ഡോക്ടർ. എത്ര പെട്ടെന്ന് കാണാൻ പറ്റും അത്ര പെട്ടെന്ന് കാണാം, ബിക്കോസ് എന്തോ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ട് എന്നർത്ഥം. സോ പാർട്ട് 2 വരുന്നതായിരിക്കും സൂൺ. ഇനിയും ഒരുപാട് നെയിൽസ് കണ്ടീഷൻസ് ഉണ്ട്, ഒരു 20-25 നെയിൽ കണ്ടീഷൻസ് വേറെ ഇരിക്കുന്നുണ്ട് നമ്മൾ സയൻസിൽ. സോ അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുവരെ ബൈ.